കാറ് ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. ബ്രേക്ക് ഡൗൺ ആയോ? എന്തു പറ്റിയതാ? അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും രാജു? വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വരാതെ കാർ എടുക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, കട്ടാവുന്നുണ്ടല്ലോ. ആ, ഇതിനകത്തെ റേഞ്ച് തീരെ കുറവാ. സർ ജ്യൂസ്. ആ, അളിയൻ. ഹലോ 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 അളിയ അളിയ, വീണ്ടും കട്ടാവുന്നല്ലോ. ആരാ രാജു വിളിച്ചേ? അളിയനാ, കിട്ടുന്നില്ല. കട്ടായി. ഞങ്ങളെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങുക. അയ്യോ സർ, ഇപ്പൊ പോവല്ലേ. അതിരാവിലെയും വൈകുന്നേരവും ഒരിക്കലും പോവരുത്. ആനിമൽസ് ഒക്കെ ഇറങ്ങുന്ന സമയമാ. ആനിമൽസിനെ കാണാനല്ലേ ഞങ്ങൾ വന്നത്. ആനക്കൂട്ടം ഉപദ്രവിക്കും മാഡം. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളെ ഈ ആനക്കൂട്ടങ്ങൾ ആക്രമിച്ചായിരുന്നു. 2 പേര് മരിക്കുകയും ചെയ്തു. അതൊന്നും സാരമില്ല രാജു, നമ്മൾ കാറിലല്ലേ, സൂക്ഷിച്ചാ മതി. അല്ല, ഇത് പിന്നെ കുടിക്കാം. ഇപ്പൊ വേണ്ട. ഇപ്പൊ വേണ്ട. അല്ല, അത് കാട് കാണാൻ പോവാണോ? അതെ, മൃഗങ്ങളെല്ലാം പുറത്തിറങ്ങുന്ന സമയമാ. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ആന വിരട്ടിപ്പാറ, നാരകത്താനം എന്ന കാട് കണ്ടെത്തിയതും ഇവിടെ തോട്ടമുണ്ടാക്കിയതും ഈ ബംഗ്ലാവ് പണി കഴിപ്പിച്ചതും ഒരു ബ്രിട്ടീഷ് പ്രണയ ജോഡികളാ. സർ എഡ്വേർഡും ലേഡി മാർഗരറ്റും സാഹിബും മദാമയോ. ഇവർക്കിവിടെ സ്മാരകമൊക്കെ ഉണ്ട്. ഇവരെങ്ങനെയാ മരിച്ചെന്നറിയോ? എങ്ങനെ അറിയാനാ? ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ സായിപ്പ് മദാമയും കൂടി കാട് ചുറ്റാൻ ഇറങ്ങി. ഉൾക്കാട്ടിലോ മറ്റോ വെച്ച് മദാമയെ കടുവ എടുത്തോണ്ട് പോയിന്ന് പറയപ്പെടുന്നു. കടുവയാണോ എന്തോ. എന്നിട്ട് മദാമയെ കണ്ടെത്താൻ സായിപ്പ് ഉൾക്കാട്ടിലേക്ക് പിന്നെയും കയറി. എന്തു പറയാനാ, ഈ കാട് അവര് ചതിച്ചു. 2 പേരും പിന്നെ തിരിച്ചു വന്നില്ല. പ്രണയത്തിന്റെ രക്തസാക്ഷികൾ. രാജു, നമുക്ക് പോവാം. പോവാം. രാജു, ഫോൺ. വാ. ഈ അവസരമാണ് വിനിയോഗിക്കേണ്ടത്. ഇത് ഞാൻ തന്നെ വിനിയോഗിച്ചോളാം. സാറ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പെട്രോൾ ടാങ്ക് ചോർത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്യൂട്ടിഫുൾ പ്ലേസ് ആലേ രാജു? അതെ, ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. എന്തൊക്കെ മായാജാലങ്ങളല്ലേ ദൈവത്തിന്റെ നാട്ടില്. ഋതു, എന്നെ അളിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്നറിയില്ല. അപ്പോ രാജു ഒന്ന് തിരിച്ചു വിളിച്ചു നോക്ക്. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കല്ലേ? കിട്ടുന്നില്ല രാജു. ഒരു മാൻകൂട്ടത്തിനെ പോലും കാണുന്നില്ലല്ലോ. കുറച്ചും കൂടി മുന്നോട്ട് പോവാം. ദൂരം ഒരുപാട് കിടക്കല്ലേ, കാണാം. ദേ അവിടെ നോക്കി. എന്താ രാജു? എന്തു പറ്റി രാജു? കാറ് സ്റ്റാർട്ടാവുന്നില്ല.
ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. കാറ് ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. ബ്രേക്ക് ഡൗൺ ആയോ? എന്തു പറ്റിയതാ? അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും രാജു? വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വരാതെ കാർ എടുക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ. ഞാനേ ആ ഗൗതത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കിട്ടുന്നില്ല, റേഞ്ചില്ല. രാജു എനിക്ക് പേടിയാവുന്നു. ഹേ, പേടിക്കാതെ, ഞാനുണ്ടല്ലോ കൂടെ. അല്ല, നേരെ ഇരുട്ടാറായല്ലോ. അതെ, പെട്ടെന്ന് ഇരുട്ടുകയും ചെയ്യും. എന്തായാലും ഈ കാറുമായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ആനകളും കാട്ടുപോത്തൊക്കെ വഴിയിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രാജു? ഇന്ന് രാത്രി ഈ കാറിൽ തന്നെ കഴിച്ചു കൂട്ടാം. കാറിലോ? ആ, അതേ മാർഗമുള്ളൂ. ഈ പ്രദേശത്താണെങ്കിൽ റേഞ്ചും ഇല്ല. റേഞ്ച് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. ശ്ശോ. രണ്ടെണ്ണം എൻ്റെ കെണിയിൽ വന്ന് വീണു. ഇന്ന് രാത്രിയിൽ ഈ കാറിൻ്റെ അകത്ത് തന്നെ രണ്ടിൻ്റെയും താമസം. കാറ് സഹിതം കൊക്കയിലേക്കും. കേസുമില്ല, പുക്കാറുമില്ല. ഈ കാട്ടിൽ വന്നിട്ട് നമുക്ക് സ്വസ്ഥതയില്ലല്ലോ രാജു. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. വാ. പതുക്കെ. അയ്യോ രാജു. രാജു എനിക്ക് പേടിയാവുന്നു. ഏയ്, നീ പേടിക്കാതെ, അതങ്ങ് ദൂരെയാ, ഇങ്ങോട്ടൊന്നും വരില്ല. ഏയ്, നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത ദൈവം നമ്മളെ കാത്തോളം ഋതു, പേടിക്കണ്ട. അത് വല്ല മാനോ മറ്റോ ഓടിപ്പോയതായിരിക്കും. രാജു, എനിക്ക് വിശന്നിട്ട് വയ്യ. സാധാരണ കാറില് ബിസ്ക്കറ്റും വെള്ളമൊക്കെ സൂക്ഷിക്കാറുള്ളതാ, ഇന്ന് അതുമില്ല. ആ ഋതു, കാറിൽ കയറിയിരുന്നോ? ഞാനിപ്പോ വരാം. രാജുവിടെ പോവാ? വിശപ്പിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്താം. ആ, അതൊന്നും വേണ്ട, വിശപ്പ് ഞാൻ സഹിച്ചോളാം. അങ്ങനെ നീ ഇപ്പൊ വിശപ്പ് സഹിക്കണ്ട. രാജു വേണ്ട, പറയുന്ന കേക്ക്, വന്നേ, വാ. എന്നാ രാജു, രാജു ഞാനും വരാം. വേണ്ട. രാജു കേറ്. ഞാനും വരാം. കേറ്. രാജു തൽക്കാലം ഋതു ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. രാജു, രാജു അവിടെ ഇരിക്കേ.